എല്ലാവർക്കും SR കറി വേൾഡിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ചിക്കൻ റോസ്റ്റ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1.5 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തത്. 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 സബോള നീളത്തിലരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഓരോ ടീസ്പൂൺ വീതം, 3 തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഞാനിവിടെ ഉരുളിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പോലത്തെയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലവണ്ണം ഇളക്കി അതിൻ്റെ പച്ച ചുവ മാറുമ്പോൾ സബോള ഇട്ട് കൊടുക്കുക. സബോള വേഗം വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് ഇളക്കി 2 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കുക. തക്കാളി ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർക്കുക കേട്ടോ. പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് മീഡിയം സിമ്മിൽ വേവിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഒരു കുഴമ്പ് രൂപത്തിൽ ആവുമ്പോൾ അതിലേക്ക് മല്ലിയില ഇട്ട് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് നന്നായി ഇളക്കി പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യുക. അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി. ഇത് ചപ്പാത്തി, നെയ്ച്ചോറ്, വെള്ളപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.